ഹലോ ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഒരുപാട് പേർക്ക് അറിയാവുന്നതും എന്നാൽ പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെടുന്നതുമായ ഒരു വിഷയത്തെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. കർമ്മ നിയമങ്ങൾ. നിങ്ങൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാവുമല്ലേ, ഓരോരുത്തരുടെയും കർമ്മം അവരവരെ തേടിയെത്തുമെന്ന്. എന്നാൽ സത്യത്തിൽ എന്താണ് ഈ കർമ്മം? പലരും വിചാരിക്കുന്നത് പോലെ ഇത് വെറും ഒരു ശിക്ഷാവിധിയോ അല്ലെങ്കിൽ ചെയ്യുന്ന നല്ല കാര്യങ്ങൾക്കുള്ള സമ്മാനമോ അല്ല. അതിനപ്പുറം ഇത് പ്രകൃതിയുടെ ഒരു അടിസ്ഥാന നിയമമാണ്. കാരണവും ഫലവും തമ്മിലുള്ള ബന്ധം. നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിക്കും, പറയുന്ന ഓരോ വാക്കിനും, ചിന്തിക്കുന്ന ഓരോ ചിന്തയ്ക്കും അതിൻ്റേതായ ഫലമുണ്ടാകും. അത് നല്ലതാകാം, ചീത്തയാകാം, അല്ലെങ്കിൽ ഈ രണ്ടും ചേർന്നതാകാം. നമ്മുടെ മുൻകാല ചിന്തകളും പ്രവൃത്തികളും എങ്ങനെയാണ് നമ്മുടെ ഇന്നത്തെ ജീവിതത്തെ സ്വാധീനിക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നത് വളരെ പ്രധാനമാണ്. ഇത് നമ്മൾ മറ്റുള്ളവരുമായി എങ്ങനെ ഇടപെടണം, എങ്ങനെ ജീവിക്കണം എന്നതിനെക്കുറിച്ചൊരു നല്ല കാഴ്ചപ്പാട് നൽകും. നല്ല കാര്യങ്ങൾ ചെയ്താൽ നല്ല ഫലങ്ങൾ ഉണ്ടാകും എന്ന ലളിതമായ തത്വം ഓർത്താൽ മതി. അപ്പോൾ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും നമ്മെ തേടിയെത്തും. അർത്ഥപൂർണവും സംതൃപ്തവുമായ ഒരു ജീവിതം നയിക്കാൻ സഹായിക്കുന്ന 12 പ്രധാന കർമ്മ നിയമങ്ങളെക്കുറിച്ചാണ് ഇന്ന് ഞാൻ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ തുടങ്ങട്ടെ. ഒന്നാമത്തെ നിയമം, അതാണ് മഹത്തായ നിയമം, അതായത് ദ ഗ്രേറ്റ് ലോ. നിങ്ങൾ വിതച്ചത് നിങ്ങൾ കൊയ്യും. ഇതൊരു പഴഞ്ചൊല്ല് പോലെ തോന്നാമെങ്കിലും ഇതിലൊരു വലിയ കാര്യമുണ്ട്. ഒരു കർഷകൻ നിലത്ത് വിത്ത് വിതച്ചാൽ അതിൽ നിന്നും ഒരു വിള കിട്ടാൻ കാത്തിരിക്കും, അല്ലേ? അതുപോലെ നമ്മൾ മറ്റുള്ളവർക്ക് എന്ത് നൽകുന്നുവോ അത് തിരികെ നമ്മളിലേക്കും വരും. നിങ്ങൾ ഒരാളെ സ്നേഹത്തോടെയും ദയയോടെയും പരിഗണിച്ചാൽ മിക്കപ്പോഴും അവരും നിങ്ങളോട് അതേപോലെ പെരുമാറും. ഒരു വിത്ത് മുളച്ച് വലുതാകാൻ സമയമെടുക്കുന്നത് പോലെ നമ്മുടെ വാക്കുകൾക്കും പ്രവർത്തികൾക്കും ചിന്തകൾക്കും ഫലം തരാൻ കുറച്ച് സമയമെടുത്തേക്കാം. പക്ഷെ അത് തീർച്ചയായിട്ടും വരും. ചിലപ്പോൾ അത് സ്നേഹമായിരിക്കാം, പണമായിരിക്കാം, അല്ലെങ്കിൽ സന്തോഷമായിരിക്കാം. അതുകൊണ്ട് നമ്മൾ എപ്പോഴും എല്ലാവരോടും നല്ല രീതിയിൽ പെരുമാറാൻ ശ്രമിക്കുക. ഓർക്കുക, നമ്മുടെ ഓരോ ചെറിയ കാര്യങ്ങളും, നമ്മൾ ചെയ്യുന്നതും നമ്മൾ പ്രതികരിക്കുന്നതും എങ്ങനെയെങ്കിലും നമ്മളിലേക്ക് തന്നെ തിരിച്ചെത്തും. ഇതിനു വേണ്ടി ഞാനൊരു ചെറിയ ഉദാഹരണം പറയാം. നിങ്ങളുടെ സുഹൃത്തിന് ഒരു ദിവസം മനസ്സ് വിഷമിച്ചിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ അവനെ വിളിച്ചിട്ട്, എടാ എന്താ പറ്റിയേ, ഒന്ന് സംസാരിക്കാം എന്ന് പറഞ്ഞാൽ തന്നെ അവൻ്റെ മനസ്സ് ലൈറ്റാകും, അല്ലേ? ആ സ്നേഹം ഒരു ദിവസം നിങ്ങളുടെ ജീവിതത്തിലേക്കും തിരിച്ചു വരും. ഒരു പക്ഷേ മറ്റൊരു സുഹൃത്തിൻ്റെ രൂപത്തിലായിരിക്കും, അല്ലെങ്കിൽ ഒരവസരമായിട്ടായിരിക്കും അത് വരിക. അതുകൊണ്ട് എപ്പോഴും ദയയോടും സ്നേഹത്തോടും മറ്റുള്ളവരോട് പെരുമാറുക. നന്മയുടെ വിത്ത് വിതച്ചാൽ നന്മയുടെ വിളവ് കിട്ടും. ഈ ഒരൊറ്റ കാര്യം മാത്രം ഓർത്താൽ മതി. അപ്പോൾ ഒന്നാമത്തെ നിയമം എല്ലാവർക്കും മനസ്സിലായില്ലേ? വിതച്ചതേ കൊയ്യൂ. അതാണ് ഒന്നാമത്തെ നിയമം. അടുത്തതായി രണ്ടാമത്തെ നിയമം, അത് സൃഷ്ടിയുടെ നിയമമാണ്, ദ ലോ ഓഫ് ക്രിയേഷൻ. നിങ്ങൾ എന്താണോ അതാണ് നിങ്ങളെ തേടിയെത്തുക. ഈ നിയമം നമ്മളോട് പറഞ്ഞു തരുന്നത് അത്ര വലിയൊരു സത്യമാണ്. നമ്മൾ ആഗ്രഹിക്കുന്നതല്ല, നമ്മൾ എന്താണോ അതാണ് നമ്മുടെ ജീവിതത്തിലേക്ക് ആകർഷിക്കുന്നത് എന്ന്. ജീവിതത്തിൽ എത്രത്തോളം നിയന്ത്രണം നമുക്ക് ഉള്ളതാണെന്ന് നമ്മൾ പലപ്പോഴും തിരിച്ചറിയാറില്ല. തികച്ചും അനാവശ്യമായി പലരും ജീവിതത്തിലെ ദുരന്തങ്ങൾക്കായി മറ്റുള്ളവരെ കുറ്റം ചുമത്തുന്നു. പകരം തങ്ങളുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാനും തങ്ങളുടെ ഭാവി രൂപപ്പെടുത്താനും അവർ തയ്യാറാവുന്നില്ല. അതായത്, നിങ്ങളുടെ ജീവിതത്തിൽ എന്താണ് നടക്കുന്നത്? എനിക്കൊന്നും ശരിയാവുന്നില്ല, എല്ലാം അവൻ്റെ കുഴപ്പം കൊണ്ടാണ്, ഇങ്ങനെ നമ്മൾ പലപ്പോഴും പറയാറില്ലേ? ഉണ്ട്. പക്ഷേ ഈ നിയമം നിങ്ങളോട് ഒരു കാര്യം ഉറക്കെ പറയുന്നു. നിങ്ങളുടെ ജീവിതത്തിൻ്റെ നിയന്ത്രണം നിങ്ങളുടെ കയ്യിലാണ്. നിങ്ങളുടെ ചിന്തകൾ, നിങ്ങളുടെ മനോഭാവം, നിങ്ങളുടെ പ്രവൃത്തികൾ, ഇവയാണ് നിങ്ങളുടെ ജീവിതത്തെ രൂപപ്പെടുത്തുന്നത്. ഉദാഹരണത്തിന്, നിങ്ങൾക്കൊരു ഡ്രീം ജോലി വേണമെന്ന് പറയാം. ആ ജോലി എനിക്ക് വേണം എന്ന് ആഗ്രഹിക്കുന്നത് മാത്രം പോരാ, ആ ജോലിക്ക് വേണ്ട കഴിവുകളും മനോഭാവവും നിങ്ങളുടെ ഉള്ളിൽ വളർത്തണം. നിങ്ങളുടെ ചുറ്റുപാടുകളും ഒരുപാട് സ്വാധീനിക്കുന്നുണ്ട്. നിങ്ങളുടെ ഫ്രണ്ട്സ്, നിങ്ങളുടെ വീട്, നിങ്ങളുടെ ദിനചര്യ, ഇവയെല്ലാം നിങ്ങളുടെ ലക്ഷ്യങ്ങളുമായിട്ട് ഒത്തുപോകണം.
നിങ്ങൾക്കൊരു പോസിറ്റീവ് ജീവിതം വേണമെങ്കിൽ പോസിറ്റീവ് ആളുകളെ, പോസിറ്റീവ് വൈബുകളെ ചുറ്റിപ്പറ്റി ജീവിക്കുക. ഞാൻ ഒന്നും കൂടി വിശദമായിട്ട് പറയാം. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും മോശം കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ നമ്മൾ മറ്റുള്ളവരെ കുറ്റപ്പെടുത്താറുണ്ട്. എന്നാൽ ഈ നിയമം പറയുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ കടിഞ്ഞാൺ നമ്മുടെ കയ്യിലാണെന്നാണ്. നമ്മുടെ വിധി രൂപപ്പെടുത്തുന്നതിൽ നമുക്കും ഒരു പങ്കുണ്ട്. വെറുതെ ഒരിടത്തിരിക്കാതെ നമുക്ക് വരുന്ന നല്ല അവസരങ്ങളും ആശയങ്ങളും ഉപയോഗിച്ച് നമ്മുടെ ജീവിതം മെച്ചപ്പെടുത്താൻ ശ്രമിക്കുക. കൂടാതെ നമ്മൾ എപ്പോഴും കാണുന്നതും കേൾക്കുന്നതും നമ്മളെ സ്വാധീനിക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് എന്താകണമെന്നും എവിടെ എത്തണമെന്നും ആഗ്രഹമുണ്ടോ അതുമായി ബന്ധപ്പെട്ട നല്ല കാര്യങ്ങൾ നിങ്ങളുടെ ചുറ്റും വെക്കുക. മറ്റുള്ളവരെ മാറ്റാൻ ശ്രമിക്കുന്നതിന് പകരം നമ്മൾ സ്വയം മെച്ചപ്പെടുത്താൻ ശ്രമിക്കുക. കാരണം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾക്ക് നമ്മൾ മാത്രമേ ഉത്തരവാദിയായിട്ടുള്ളൂ. അപ്പോൾ രണ്ടാമത്തെ നിയമം എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതായിരുന്നു സൃഷ്ടിയുടെ നിയമം, അതായത് ദ ലോ ഓഫ് ക്രിയേഷൻ. അതായത് നിങ്ങൾ എന്താണോ അതാണ് നിങ്ങളെ തേടിയെത്തുക എന്നത്. ഇനി മൂന്നാമത്തെ നിയമമാണ് വിനയത്തിൻ്റെ നിയമം, അതായത് ദ ലോ ഓഫ് ഹ്യൂമിലിറ്റി. നിങ്ങൾ എതിർക്കുന്നത് നിലനിൽക്കുമെന്നാണ് ഈ നിയമം പറയുന്നത്. നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളെയും വെല്ലുവിളികളെയും നേരിടാൻ ആദ്യം നമുക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ടെന്ന് നമ്മൾ അംഗീകരിക്കണം. പലപ്പോഴും നമുക്ക് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടെന്ന് സമ്മതിക്കാൻ മടിയുള്ളത് കൊണ്ടാണ് നമുക്ക് അതിനൊരു പരിഹാരം കണ്ടെത്താൻ പറ്റാത്തത്. ഒരു കാര്യം അംഗീകരിക്കാതെ നമുക്കതിനെ മാറ്റാൻ കഴിയില്ല. നമ്മൾ മലയാളികൾ ചിലപ്പോഴൊക്കെ എനിക്കൊരു കുഴപ്പമില്ല എന്ന് പറഞ്ഞ് സ്വയം വഞ്ചിക്കാറുണ്ട്, അല്ലേ? പക്ഷേ ഈ നിയമം പറയുന്നത് നിങ്ങളുടെ പ്രശ്നത്തെ നിങ്ങൾ മുഖാമുഖം നോക്കിയാൽ മാത്രമേ അതിനെ മാറ്റാൻ കഴിയൂ എന്നാണ്. ഞാനൊരു ഉദാഹരണം പറയാം. ഞാൻ എപ്പോഴും ദേഷ്യപ്പെടുന്നു, അതെൻ്റെ ജോലിയെയും ബന്ധങ്ങളെയും ബാധിക്കുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ആദ്യം അത് സമ്മതിക്കുക. അതെ, ഇതെൻ്റെ പ്രശ്നമാണ് എന്ന് പറയൂ. അപ്പോൾ അതിനെ മാറ്റാനുള്ള ശക്തിയും നിങ്ങളുടെ ഉള്ളിൽ വരും. നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും നെഗറ്റീവ് കാര്യങ്ങൾ വീണ്ടും വീണ്ടും സംഭവിക്കുമ്പോൾ അത് അംഗീകരിക്കാൻ നിങ്ങൾ തയ്യാറാകാതിരുന്നാൽ നിങ്ങൾ അതിനെതിരെ ഒരു നെഗറ്റീവ് എനർജി ഉണ്ടാക്കുകയാണ്. ഇത് ദൗർഭാഗ്യവശാൽ നിങ്ങളുടെ ഉള്ളിൽ തന്നെ വന്ന് നിറയും. എന്നാൽ നിങ്ങൾക്ക് അത്തരം പ്രശ്നങ്ങൾ ഉണ്ടെന്ന് നിങ്ങൾ അംഗീകരിക്കാൻ പഠിക്കുമ്പോൾ മാറ്റം വരുത്താനും പരിഹാരം കണ്ടെത്താനുമുള്ള ശക്തിയും നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഉണ്ടെന്ന് നിങ്ങൾ തിരിച്ചറിയും. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തെ ഒന്ന് ഇരുന്ന് ശ്രദ്ധയോടെ വിലയിരുത്തുക. നല്ലതും ചീത്തയുമെല്ലാം നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ അംഗീകരിക്കുക. അപ്പോൾ മാറ്റങ്ങൾ വരുത്താനുള്ള ധൈര്യം നിങ്ങൾക്കുണ്ടാകും. നിങ്ങളുടെ ജീവിതത്തെ ഒരു കണ്ണാടിയിൽ നോക്കുന്നത് പോലെ വിലയിരുത്തൂ. എൻ്റെ ശക്തി എന്താണ്, എൻ്റെ ദൗർബല്യം എന്താണ് എന്ന് ചോദിക്കൂ. നിങ്ങളുടെ ജീവിതത്തിൻ്റെ റിയാലിറ്റി അംഗീകരിച്ചാൽ മാറ്റങ്ങൾ വരുത്താനുള്ള ധൈര്യം നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ മൂന്നാമത്തെ നിയമം എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മൂന്നാമത്തെ നിയമമായിരുന്നു ദ ലോ ഓഫ് ഹ്യൂമിലിറ്റി, അതായത് നിങ്ങൾ എതിർക്കുന്നത് നിലനിൽക്കുമെന്നാണ് മൂന്നാമത്തെ നിയമം പറയുന്നത്. ഇനി നാലാമത്തെ നിയമം വളർച്ചയുടെ നിയമം എന്ന് പറയും, ദ ലോ ഓഫ് ഗ്രോത്ത്. നിങ്ങളുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കണോ? അതിനാദ്യം നിങ്ങളുടെ ചിന്തകളെ മാറ്റണം. നിങ്ങളുടെ മനസ്സാണ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ബ്ലൂ പ്രിന്റ്. നിങ്ങളുടെ സ്വപ്നങ്ങളും ലക്ഷ്യങ്ങളും യാഥാർത്ഥ്യമാക്കണമെങ്കിൽ നിങ്ങളുടെ ഉള്ളിലുള്ള ചിന്തകളും മനോഭാവവുമാണ് നിങ്ങളുടെ പുറം ലോകത്തെ നിയന്ത്രിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. നിങ്ങളുടെ ചിന്തകളാണ് നിങ്ങളുടെ പ്രവൃത്തികളായിട്ട് മാറുന്നത്. ആ പ്രവൃത്തികളാണ് നിങ്ങളുടെ ലോകത്തെ രൂപപ്പെടുത്തുന്നത്. നിങ്ങളുടെ ലോകത്തെ മാറ്റാനും വളരാനും അതിൻ്റെ അടിസ്ഥാനമായ നിങ്ങളുടെ ചിന്തകളെ മാറ്റണം. നെഗറ്റീവ് ചിന്തകൾ ഒരു നെഗറ്റീവ് ലോകം സൃഷ്ടിക്കും. പോസിറ്റീവ് ചിന്തകൾ മാത്രമേ നിങ്ങൾക്കൊരു നല്ല ലോകം കെട്ടിപ്പടുക്കാൻ സഹായിക്കൂ. നിങ്ങളുടെ ചിന്തകളും തിരഞ്ഞെടുപ്പുകളും മെച്ചപ്പെടുത്തിക്കൊണ്ടിരുന്നാൽ നിങ്ങൾക്ക് സ്വപ്നം കാണുന്നതെല്ലാം നേടാൻ കഴിയും. ഉദാഹരണത്തിന്, നിങ്ങൾക്കൊരു ബിസിനസ് തുടങ്ങണമെന്ന് സ്വപ്നം കാണുന്നുണ്ടെങ്കിൽ അത് വലിയ റിസ്ക് ആണെന്ന് ചിന്തിക്കുന്നതിന് പകരം ഞാൻ ഒരു ചെറിയ സ്റ്റെപ്പ് എടുക്കാമെന്ന് ചിന്തിക്കുക. ഒരു ബിസിനസ് പ്ലാൻ തയ്യാറാക്കുക, ഒരു എക്സ്പേർട്ടിനോട് സംസാരിക്കുക, ഇങ്ങനെ ചെറിയ ചെറിയ ചുവടുകൾ. നാലാമത്തെ നിയമം എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അഞ്ചാമത്തെ നിയമമാണ്
ഉത്തരവാദിത്തത്തിൻ്റെ നിയമം, അതായത് ദ ലോ ഓഫ് റെസ്പോൺസിബിലിറ്റി. ഈ നിയമം രണ്ടാമത്തെ നിയമം പോലെ തന്നെയാണ്. നമ്മുടെ ജീവിതം നമ്മുടെ മാനസികാവസ്ഥയുടെ ഒരു പ്രതിഫലനമാണെന്ന് പറയുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും കുഴപ്പം നടന്നാൽ ആദ്യം നിങ്ങൾ ആരെയാണ് കുറ്റപ്പെടുത്തുന്നത്? അവൻ്റെ കുഴപ്പം, സാഹചര്യം ഇങ്ങനെ നമ്മൾ പറയാറുണ്ടല്ലേ. പക്ഷേ ഈ നിയമം പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഉത്തരവാദിത്തം നിങ്ങളുടെ കയ്യിലാണെന്നാണ്. നിങ്ങളുടെ ചിന്തകളും പ്രവൃത്തികളും നിങ്ങളുടെ ജീവിതത്തെ നിർണ്ണയിക്കുന്നു. ഉദാഹരണത്തിന്, നിങ്ങളുടെ ജോലിയിൽ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ എൻ്റെ ബോസ് മോശമാണെന്ന് പറയുന്നതിന് പകരം ഞാൻ എന്താണ് മെച്ചപ്പെടുത്തേണ്ടത് എന്ന് ചിന്തിക്കൂ. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു കൊടുങ്കാറ്റ് വന്നാലും അതിനെ നേരിടാൻ നിങ്ങളുടെ കയ്യിൽ ശക്തിയുണ്ട്. നിങ്ങളുടെ കപ്പലിൻ്റെ ക്യാപ്റ്റൻ നീ തന്നെയാണ് എന്ന് ഓർക്കുക. നിങ്ങളുടെ ചുറ്റും പ്രശ്നങ്ങളും ബഹളങ്ങളും കാണുന്നുണ്ടെങ്കിൽ അതിന് കാരണവും നിങ്ങളാണെന്ന് ആദ്യം തിരിച്ചറിയണം. അത്തരം സാഹചര്യങ്ങളിൽ നിന്ന് പുറത്തു വരാൻ ശ്രമിക്കുക. അതിനായി കുറച്ച് സമയം സ്വയം ശ്രദ്ധിക്കാനും സമാധാനം കണ്ടെത്താനും ശ്രമിക്കുക. അപ്രതീക്ഷിതമായി എന്തെങ്കിലും മോശം സംഭവിച്ചാൽ പോലും അതിനെക്കുറിച്ച് ഓർത്തിരുന്ന് വിഷമിക്കാതെ അതിൽ നിന്നും പാഠങ്ങൾ പഠിച്ച് മുന്നോട്ട് പോകാനുള്ള ഉത്തരവാദിത്തം എടുക്കുക. നിങ്ങളുടെ ചിന്തകൾക്കും പ്രവൃത്തികൾക്കും നിങ്ങൾ ഉത്തരവാദിത്തം ഏറ്റെടുക്കുമ്പോൾ കാര്യങ്ങൾ നിങ്ങൾക്കായി നിയന്ത്രിക്കാനുള്ള ഒരു തോന്നൽ നിങ്ങൾക്കുണ്ടാകും. അത് നിങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കും. ഞാനൊരു ചെറിയ ഉദാഹരണം പറയാം. എൻ്റെ ഒരു സുഹൃത്തിന് ജോലിയിൽ എപ്പോഴും പ്രശ്നങ്ങളുണ്ടായിരുന്നു. എൻ്റെ ടീം മോശമാണെന്നായിരുന്നു അദ്ദേഹം എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ ഒരു ദിവസം അദ്ദേഹം തീരുമാനിച്ചു, ഞാൻ എൻ്റെ മനോഭാവം മാറ്റണമെന്ന്. അദ്ദേഹം പോസിറ്റീവായി ടീമിനെ സപ്പോർട്ട് ചെയ്തു. അദ്ദേഹത്തിൻ്റെ ജോലിയിലെ ലൈഫ് തന്നെ മാറി അതോടെ. ഇതുപോലെ നിങ്ങളുടെ ജീവിതവും നിങ്ങളുടെ കയ്യിലാണ്. ഉത്തരവാദിത്തം ഏറ്റെടുക്കുക, നിങ്ങളുടെ ലോകം തന്നെ മാറ്റൂ. ഈ 5ാമത്തെ നിയമം എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി 6ാമത്തെ നിയമം ബന്ധത്തിൻ്റെ നിയമമാണ്, ദ ലോ ഓഫ് കണക്ഷൻ. എല്ലാം പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. നമ്മുടെ ഭൂതകാലം, വർത്തമാനം, ഭാവി എന്നിവയെല്ലാം പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. നമ്മുടെ മുൻകാല പ്രവൃത്തികളും ഇപ്പോഴത്തെ പ്രവൃത്തികളും നമ്മുടെ ഭാവിയെ ഒരുപാട് സ്വാധീനിക്കും. ഒറ്റയടിക്ക് നിങ്ങളുടെ സ്വപ്നത്തിലെ ഭാവിയിലേക്ക് എത്താൻ കഴിയില്ല എന്ന് ഓർക്കുക. നിങ്ങൾ ഇതുവരെ എടുത്ത ഓരോ ചുവടും ഇപ്പോൾ എടുക്കുന്ന ഓരോ ചുവടും ഒരുപോലെ പ്രധാനമാണ്. നിങ്ങളുടെ ഭാവി എന്നത് നിങ്ങളുടെ മുൻകാല തെരഞ്ഞെടുപ്പുകളുടെയും പ്രവൃത്തികളുടെയും ഒരു ഫലമാണ്. അതുകൊണ്ട് നിങ്ങൾ എങ്ങോട്ട് പോകാൻ ആഗ്രഹിക്കുന്നുവോ അതിന് അനുസൃതമായ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ മാത്രമേ നിങ്ങൾക്ക് അവിടെ എത്താൻ സാധിക്കൂ. നിങ്ങളുടെ ജീവിതം ഒരു യാത്രയാണ്. ഒരു ദിവസം കൊണ്ട് നിങ്ങളുടെ സ്വപ്നം നേടാൻ ഒറ്റ ചുവടൊന്നും മതിയാവില്ല. നിങ്ങളുടെ ഓരോ തീരുമാനവും ഓരോ പ്രവൃത്തിയും ഒരു ചെറിയ കല്ല് പോലെയാണ്. അവ ഒന്നിച്ചാണ് നിങ്ങളുടെ ലക്ഷ്യത്തിലേക്കുള്ള പാത നിർമ്മിക്കുന്നത്. ഉദാഹരണത്തിന്, നിങ്ങൾക്കൊരു ഡോക്ടർ ആകണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഒരു ദിവസം ഞാൻ ഡോക്ടർ ആകുമെന്ന് ചിന്തിക്കുന്നത് മാത്രം പോരാ. ഇന്ന് പഠിക്കണം, നല്ല മാർക്ക് വാങ്ങണം, നിങ്ങളുടെ ലക്ഷ്യത്തിന് അനുയോജ്യമായ തീരുമാനങ്ങൾ എടുക്കണം. നിങ്ങളുടെ ഓരോ ചെറിയ ചുവടും വിലപ്പെട്ടതാണ്. അവയെല്ലാം ഒരുമിച്ചാണ് നിങ്ങളുടെ ഭാവിയെ നിർമ്മിക്കുന്നത്. 6ാമത്തെ നിയമം എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി 7ാമത്തെ നിയമം, ശ്രദ്ധയുടെ നിയമം, ദ ലോ ഓഫ് ഫോക്കസ്. നിങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ ശരിക്കും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക. നിങ്ങൾ ലക്ഷ്യമിടുന്ന ഉയരങ്ങളിൽ എത്താൻ സഹായിക്കുന്ന കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുക. പോസിറ്റീവ് ചിന്തകൾ, നല്ല കാര്യങ്ങൾ ചെയ്യുക, നിങ്ങളുടെ ലക്ഷ്യങ്ങളിൽ ശ്രദ്ധിക്കുക. ഇതൊക്കെ നിങ്ങളുടെ നെഗറ്റീവ് ചിന്തകളിൽ നിന്നും അകറ്റി നിർത്തും. നിങ്ങളുടെ ജീവിതത്തിൽ മെച്ചപ്പെടണമെങ്കിൽ നിങ്ങളുടെ ശ്രദ്ധ ശരിയായ കാര്യങ്ങളിൽ കേന്ദ്രീകരിക്കണം. നിങ്ങളുടെ മനസ്സിന് ഒരേ സമയം പോസിറ്റീവും നെഗറ്റീവും ചിന്തിക്കാൻ കഴിയില്ല. ഉദാഹരണത്തിന്, നിങ്ങളുടെ ലക്ഷ്യം ഒരു നല്ല ജോലി നേടുക എന്നാണെങ്കിൽ എനിക്ക് കഴിയില്ല എന്ന ചിന്തയിൽ ശ്രദ്ധ കൊടുക്കരുത്. പകരം ഞാൻ എന്താണ് പഠിക്കേണ്ടത് എന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രശ്നം വന്നാൽ എന്താണ് ഇതിൽ നിന്നും ഞാൻ പഠിക്കേണ്ടത് എന്ന് ചിന്തിക്കുക. ഇത് നിങ്ങളുടെ മനസ്സിനെ പോസിറ്റീവ് ദിശയിലേക്ക് നയിക്കും. മോശം സാഹചര്യങ്ങളിൽ നിങ്ങൾ അകപ്പെടുമ്പോൾ പോലും അതിലൊരു നല്ല വശം കാണാൻ ശ്രമിക്കുക.
അത് ബുദ്ധിമുട്ടായിരിക്കാം, പക്ഷേ നെഗറ്റീവ് അനുഭവങ്ങളിൽ നിന്നും പാഠം പഠിക്കാൻ ശ്രമിച്ചാൽ നിങ്ങൾക്ക് അത് കൂടുതൽ മെച്ചപ്പെടാൻ സാധിക്കും. ഒരു ചെറിയ ടിപ്പും കൂടി പറയാം. നിങ്ങളുടെ ലക്ഷ്യം എന്താണോ അതിനെക്കുറിച്ചൊരു ചെറിയ നോട്ട് എഴുതി നിങ്ങളുടെ മുറിയിൽ ഒട്ടിക്കുക. എപ്പോഴും അത് കാണുമ്പോൾ നിങ്ങളുടെ ശ്രദ്ധ അവിടേക്ക് പോകും. 7ാമത്തെ നിയമം എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ദ ലോ ഓഫ് ഫോക്കസ് ആയിരുന്നു. ഇനി 8ാമത്തെ നിയമം ദാനത്തിൻ്റെയും ആതിഥ്യ മര്യാദയുടെയും നിയമം, ദ ലോ ഓഫ് ഗിവിങ് ആൻഡ് ഹോസ്പിറ്റാലിറ്റി. നമ്മുടെ വിശ്വാസങ്ങൾ നമ്മുടെ പ്രവൃത്തികളിൽ കാണിക്കാതിരിക്കാൻ കഴിയില്ല. സത്യത്തിൽ നമ്മൾ വിശ്വസിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് നമ്മുടെ പ്രവൃത്തികൾ, അല്ലേ? മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഒരു നല്ല മാറ്റം വരുത്താനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നു എങ്കിൽ നിസ്വാർത്ഥത ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. മറ്റുള്ളവരോട് ദയയോടും തുറന്ന മനസ്സോടെയും പെരുമാറാൻ പഠിക്കുക. അവരെ നിങ്ങൾക്ക് അധികം പരിചയമില്ലെങ്കിൽ പോലും. ഇത് നിങ്ങളുടെ ഒരു ശീലമായി മാറുമ്പോൾ നിങ്ങൾ വളർന്നു എന്ന് മനസ്സിലാക്കാം. കാരണം പക്വതയെത്തിയ ആളുകൾ എപ്പോഴും മറ്റുള്ളവരെ സഹായിക്കാനും അവർക്ക് നല്ലത് വരാനും ആഗ്രഹിക്കും. നമ്മൾ പറയാറില്ലേ, ഒരു കൈ നൽകുന്നത് മറ്റേ കൈ അറിയരുതെന്ന്. അത് ഈ നിയമവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. മറ്റുള്ളവർക്ക് സഹായം ചെയ്യുമ്പോൾ എനിക്ക് എന്ത് കിട്ടും എന്ന് ചിന്തിക്കരുത്. പകരം ഞാൻ എങ്ങനെ മറ്റുള്ളവരുടെ ജീവിതം മെച്ചപ്പെടുത്താം എന്ന് ചിന്തിക്കുക. ഞാനൊരു ഉദാഹരണം പറയാം, ഒരു ചെറിയൊരു ഉദാഹരണം. നിങ്ങളുടെ അയൽക്കാരന് ഒരു സഹായം വേണം. അപ്പോൾ ഞാൻ അദ്ദേഹത്തിന് വേണ്ടി എന്തിന് സമയം കളയണമെന്ന് ചിന്തിക്കാതെ ഞാൻ അദ്ദേഹത്തെ ഒന്ന് സഹായിക്കാമെന്ന് ചിന്തിക്കൂ. ഒരു ചെറിയ സഹായം, ഒരു പുഞ്ചിരി, ഒരു നല്ല വാക്ക്, ഇവയെല്ലാം മറ്റുള്ളവരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കും. നിങ്ങളുടെ ജീവിതം ഒരു നന്മ മരം പോലെ ആകട്ടെ. നിങ്ങൾ എത്ര കൂടുതൽ നൽകുന്നുവോ അത്രയും കൂടുതൽ നിങ്ങളുടെ ജീവിതം സമ്പന്നമാകും. 8ാമത്തെ നിയമം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി 9ാമത്തെ നിയമം, അതാണ് സാന്നിധ്യത്തിൻ്റെ നിയമം, ദ ലോ ഓഫ് പ്രസൻസ്. നിങ്ങളുടെ ഭൂതകാലത്തെക്കുറിച്ചോ ഭാവിയെക്കുറിച്ചോ, അതായത് പാസ്റ്റിനെ കുറിച്ചോ ഫ്യൂച്ചറിനെ കുറിച്ചോ ചിന്തിച്ച് നിങ്ങളുടെ വർത്തമാനത്തെ നഷ്ടപ്പെടുത്തരുത്. നിങ്ങളുടെ ഇന്നാണ് ഏറ്റവും വിലപ്പെട്ടത്. നമ്മൾ ചിലപ്പോൾ അന്ന് ഞാൻ ഇങ്ങനെ ചെയ്തിരുന്നെങ്കിൽ എന്നോ നാളെ എനിക്കിത് കിട്ടുമെന്നോ ചിന്തിക്കാറുണ്ടല്ലേ? പക്ഷേ ഈ നിയമം പറയുന്നത് നിങ്ങളുടെ ഇന്ന് മാത്രമാണ് നിങ്ങളുടെ കയ്യിലുള്ളത് എന്നാണ്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാമേ, ഈ നിയമം കുറച്ച് ശ്രദ്ധിക്കേണ്ട ഒന്നാണ് കേട്ടോ. ഭൂതകാലവും ഭാവിയും പ്രധാനമല്ല എന്ന് പറയുന്നതായിട്ട് തോന്നാം, എന്നാൽ സത്യത്തിൽ അങ്ങനെയല്ല. നമ്മൾ മനുഷ്യർ പലപ്പോഴും കഴിഞ്ഞുപോയ നല്ലതോ ചീത്തയോ ആയ കാര്യങ്ങളെക്കുറിച്ച് ഓർത്തിരിക്കും. ചിലപ്പോൾ ഭാവിയെക്കുറിച്ചുള്ള സ്വപ്നങ്ങളിൽ ജീവിക്കുന്നത് ഇന്നത്തെ നല്ല കാര്യങ്ങൾ കാണുന്നതിൽ നിന്ന് നമ്മെ തടയും. ഭൂതകാലത്തെയും ഭാവിയേക്കാളും പ്രധാനമാണ് വർത്തമാനകാലം എന്ന് നമ്മൾ മറന്നുപോകരുത്. നിങ്ങൾ ഇപ്പോൾ എടുക്കുന്ന ഓരോ ചുവടുമാണ് നിങ്ങളുടെ ഭാവിയെ നിർണ്ണയിക്കുന്നത്. അതുകൊണ്ടാണ് ഭൂതകാലത്തിൽ നിന്ന് പാഠങ്ങൾ പഠിച്ച് ഭാവിയെക്കുറിച്ചുള്ള നല്ല സ്വപ്നങ്ങൾ കണ്ട് ഇപ്പോൾ നല്ല കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ 9ാമത്തെ നിയമമായിരുന്നു ദ ലോ ഓഫ് പ്രസൻസ്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി 10ാമത്തെ നിയമം, മാറ്റത്തിൻ്റെ നിയമം, ദ ലോ ഓഫ് ചേഞ്ച്. നിങ്ങൾ മാറ്റം വരുത്താതെ ഒന്നും മാറില്ല. നിങ്ങളുടെ മോശം ശീലങ്ങളും തെറ്റായ തീരുമാനങ്ങളും തിരുത്താൻ വെറുതെ തീരുമാനിച്ചാൽ മാത്രം പോരാ, അതിനുവേണ്ടി നിങ്ങൾ പ്രവർത്തിക്കണം. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മോശം കാര്യം വീണ്ടും വീണ്ടും സംഭവിക്കുന്നുണ്ടെങ്കിൽ അത് മാറ്റാൻ നിങ്ങൾ ശ്രമിക്കണം. മാറ്റം ആദ്യം നിങ്ങളുടെ ഉള്ളിൽ നിന്നാണ് തുടങ്ങേണ്ടത് എങ്കിലും അത് അവിടെ അവസാനിക്കുന്നില്ല. നിങ്ങളുടെ തീരുമാനങ്ങൾ പ്രവൃത്തികളായിട്ട് മാറണം. അപ്പോഴേ നിങ്ങൾക്ക് വളരാനും മെച്ചപ്പെടാനും സാധിക്കൂ. അതാണ് പോസിറ്റീവ് മാറ്റം കൊണ്ടുവരാനുള്ള ഒരേ ഒരു വഴി. ചെറിയൊരു ടിപ്പ്, നിങ്ങളുടെ മോശം ശീലം എന്താണെന്ന് കണ്ടെത്തി അതിനെ മാറ്റാൻ ഒരു 21 ദിവസത്തെ ചലഞ്ച് എടുക്കുക. 21 ദിവസം ഒരു പുതിയ ശീലം പിന്തുടർന്നാൽ അത് നിങ്ങളുടെ ജീവിതത്തിലെ ഭാഗമാകും. അപ്പോൾ 10ാമത്തെ നിയമം, മാറ്റത്തിൻ്റെ നിയമം, ദ ലോ ഓഫ് ചേഞ്ച് എന്താണെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി 11ാമത്തെ നിയമം, ക്ഷമയുടെയും പ്രതിഫലത്തിൻ്റെയും നിയമം, ദ ലോ ഓഫ് പേഷ്യൻസ് ആൻഡ് റിവാർഡ്.
ക്ഷമയോടെ കാത്തിരുന്നാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും പ്രതിഫലം ലഭിക്കും. എത്ര സമയമെടുത്താലും നിങ്ങൾ കഠിനാധ്വാനം ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഫലം ഒരു നാൾ നിങ്ങളെ തേടിയെത്തും. നിങ്ങളുടെ ലക്ഷ്യങ്ങൾക്ക് അനുസൃതമായ കാര്യങ്ങൾ നിങ്ങൾ സ്ഥിരമായിട്ട് ചെയ്യണം. ചെയ്യുന്ന കാര്യങ്ങളിൽ ശ്രദ്ധിക്കുക. എല്ലാ ദിവസവും ഏറ്റവും നന്നായി ചെയ്യാൻ ശ്രമിക്കുക. മറ്റുള്ളവർ നിങ്ങളെക്കാൾ കൂടുതൽ നേടുന്നുവെന്ന് തോന്നിയേക്കാം, പക്ഷേ അവരുമായി നിങ്ങളെ തന്നെ താരതമ്യം ചെയ്യരുത്. നിങ്ങളുടെ വില നിങ്ങൾക്ക് ശരിക്കും അറിയാമെങ്കിൽ അത്തരം താരതമ്യങ്ങളെക്കുറിച്ച് നിങ്ങൾ വിഷമിക്കേണ്ടതില്ല. കഠിനാധ്വാനം ഒടുവിൽ ഫലം കാണും. കുറച്ച് സമയമെടുത്താലും നിങ്ങൾ ക്ഷമയോടെ കാത്തിരിക്കുക. 11ാമത്തെ നിയമം എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തതായിട്ട് 12ാമത്തെ നിയമമാണ് പ്രാധാന്യത്തിൻ്റെയും പ്രചോദനത്തിൻ്റെയും നിയമം, ദ ലോ ഓഫ് സിഗ്നിഫിക്കൻസ് ആൻഡ് ഇൻസ്പിറേഷൻ. ഈ അവസാന നിയമം ആദ്യ നിയമവുമായി കുറച്ച് സാമ്യമുള്ളതാണ് കേട്ടോ. ആദ്യ നിയമം വ്യക്തിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ ഈ നിയമം നമ്മുടെ പ്രവൃത്തികൾ സമൂഹത്തിൽ എങ്ങനെ സ്വാധീനം ചെലുത്തുന്നു എന്ന് പറയുന്നു. നമ്മൾ ചെയ്യുന്നത് നമ്മളിലേക്ക് തന്നെ തിരികെ വരും എന്നത് സത്യമാണ്. എന്നാൽ നമ്മുടെ ഓരോ ചെറിയ പ്രവൃത്തികളും സമൂഹത്തിന് നമ്മൾ നൽകുന്ന ഒരു സംഭാവനയാണെന്ന് ഓർക്കണം. നമ്മുടെ എല്ലാ ചിന്തകളും പ്രവൃത്തികളും ഒരു വലിയ ഊർജം സൃഷ്ടിക്കുകയും അത് നമ്മെ എല്ലാവരെയും ബാധിക്കുകയും ചെയ്യും. അതുകൊണ്ട് നിങ്ങളുടെ പ്രവൃത്തികൾ മറ്റുള്ളവർക്ക് നല്ലതും പ്രചോദനം നൽകുന്നതുമായിരിക്കാൻ ശ്രദ്ധിക്കുക. മറ്റുള്ളവരോട് നല്ല രീതിയിൽ പെരുമാറാൻ ശ്രമിക്കുക. നിങ്ങളുടെ ലക്ഷ്യങ്ങളും താല്പര്യങ്ങളും പിന്തുടരുക. നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ട് മറ്റുള്ളവർക്ക് മാതൃകയാവുക. അപ്പോൾ ഈ 12 കർമ്മ നിയമങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? നിങ്ങൾ ഇതിനെക്കുറിച്ച് മുമ്പ് ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ അഭിപ്രായങ്ങളും അനുഭവങ്ങളും താഴെ കമൻറ്റിൽ അറിയിക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ എല്ലാവരുടെയും ജീവിതം കൂടുതൽ സന്തോഷവും അർത്ഥപൂർണവുമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്